കാനഡ എന്തുകൊണ്ട് കുട്ടികൾക്ക്, അതായത് സ്കൂൾ കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ എത്രമാത്രം അവർ സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നതിലുപരി എത്രമാത്രം കുട്ടിയുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഈ കാനഡയിൽ ഞാൻ കണ്ട ഒരു വലിയ കാര്യമാണ് സ്കൂൾ കുട്ടികളെ അവരെത്രമാത്രം സുരക്ഷിതമായി എത്തിക്കുന്നു, അതിനെത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത്. നിസ്സാരമായ ചില കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്താണ് അവരത് ഉറപ്പാക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇരിക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകുന്നൊരു സ്കൂളാണിത്. ഇത് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്, ഇത് സ്കൂളിൻ്റെ യാർഡ്. സോ ഈ സ്കൂളിൽ ഞാൻ ശ്രദ്ധിച്ച ഒന്ന് രണ്ട് കാര്യം, ഈ പാർക്കിംഗ് ഏരിയ അവരുടെ സ്റ്റാഫിന് മാത്രമാണ് ഇവിടെ അലൗഡ് ചെയ്തിരിക്കുന്നത്. അനാവശ്യമായ ഒരു വണ്ടിയും ഈ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടന്നു വരില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. കർശനമായും അവർ പറഞ്ഞിരിക്കുകയാണ്, സ്റ്റുഡൻറ്റ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് ഈ ഒരു ലിമിറ്റിന് അപ്പുറത്തേക്കില്ല. ഒരു വണ്ടിയും ഒരു കുട്ടിയും കയറ്റാനായി ഈ സ്കൂളിൻ്റെ ഈ വച്ചിരിക്കുന്ന ബോർഡിന് അപ്പുറത്തേക്ക് കടക്കില്ല. ഓൾസോ 10 കിലോമീറ്ററാണ് ഇതിനകത്തെ സ്പീഡ് ലിമിറ്റ് അവർ തന്നിരിക്കുന്നത്. സ്കൂൾ ബസ് ലോഡിംഗ് സോൺ. അതുകൂടാതെ നിങ്ങളെ അമ്പരപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പാർക്കിംഗ് ടൈമാണ്. ഒരു കുട്ടിയെ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനും ഒരു വണ്ടി ഇവിടെ ഈ സ്കൂൾ ഏരിയയിൽ പാർക്ക് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നത് 15 മിനിറ്റാണ്. അതിന് സമയമുണ്ട് 8 മണി മുതൽ 4 മണി വരെ. അതായത് രാവിലെ സ്കൂൾ തുടങ്ങി 8 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് അതിനിടയിൽ കുട്ടികളെ കൊണ്ടുവരാൻ ഇറക്കാം. പക്ഷെ അതിനൊരു കാറോ ഒരു വാഹനം നിർത്തിയിടാൻ അവർ അനുവദിച്ചിരിക്കുന്നത് 15 മിനിറ്റ് മാത്രമാണ്. അതിനർത്ഥം അത് സ്കൂളിൽ കൊച്ചിനെ കൊണ്ടുവരാനോ പിക്ക് ചെയ്യാനോ മാത്രമാണത്. അല്ലാതെ അനാവശ്യമായി ഇവിടെ വന്ന് പാർക്ക് ചെയ്ത് ഒരു കുട്ടിയെ നിരീക്ഷിക്കാനൊന്നും അവർ അനുവദിക്കുന്നില്ല. ഓൾസോ സ്പീഡ് ലിമിറ്റ് ചെക്ക് ചെയ്യാൻ ഒരു സോളാർ മീറ്ററും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിലേ പോകുന്ന എല്ലാ വണ്ടിയുടെയും സ്പീഡ് ഇതിൽ പതിയും. ആവശ്യത്തിൽ കൂടുതൽ സ്പീഡിൽ, അതായത് ഈ സ്കൂൾ ഏരിയയിൽ 30 കിലോമീറ്ററാണ് സ്പീഡ് കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ സ്പീഡിൽ ഒരു വണ്ടി ഇതിലെ കടന്നു പോകില്ല. അങ്ങനെ കടന്നു പോയാൽ അവരുടെ സ്പീഡ് കൗണ്ട് ചെയ്യും, അത് അവർക്ക് ടിക്കറ്റ് കിട്ടും. ഒപ്പം തന്നെ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് കുട്ടികളുടെ സേഫ്റ്റി അവിടെ ഉറപ്പാക്കുകയാണ്. ഇവിടെ ഒരു എമർജൻസി ഉണ്ടായാൽ, ഒരു തീപിടുത്തമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതിനുവേണ്ടി വാട്ടർ എക്സ്റ്റിങ്വിഷറും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു സ്കൂളിൻ്റെ ഏരിയയിൽ എന്തെല്ലാം കൃത്യമായി വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ഇനി ഇത് സ്കൂളാണെന്ന് അറിയത്തില്ലാത്തവർക്ക് മനസ്സിലാക്കി, ഡ്രൈവ് സ്ലോലി, ഇറ്റ്സ് എ സ്കൂൾ സേഫ്റ്റി സോൺ. ഇവിടെ നമ്മളൊരു നിശ്ചിത ഏരിയയിലേക്കേ ഉള്ളൂ. ഇത് കണ്ടോ, 30 കിലോമീറ്റർ സ്പീഡ് NCA. അതായത് ഇങ്ങനെ നമുക്ക് കാണിച്ചിരിക്കുന്നത് ഈ കൃത്യ ഏരിയ അത് സ്കൂളിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഏരിയ ആണ്. ഇവിടെ ആവശ്യമില്ലാതെ റേസിങ്ങോ ഫാസ്റ്റായിട്ടോ ഒന്നും ഓടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കുട്ടികൾ പഠിക്കുന്നതാണ്, അവരുടെ സേഫ്റ്റിയാണ് ഏറ്റവും വലുത്. ആലോചിച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. സ്പീഡ് കുറച്ച് പോവുക, ആവശ്യമില്ലാതെ വണ്ടി നിർത്തിയിടാതിരിക്കുക, നിങ്ങൾക്ക് കൊണ്ടുവരാൻ കുട്ടികളെ ഡ്രോപ്പ് ചെയ്യാം, അതിനൊരു സ്പെസിഫിക് ടൈം. അല്ലാതെ കൊണ്ടുവന്ന് സ്കൂളിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യാനോ ഇവിടെ ഒഴിഞ്ഞ സ്ഥലമാണെന്നും പറഞ്ഞ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം, അങ്ങനെയൊന്നും ചെയ്യാൻ ഇവർ അനുവദിക്കുന്നില്ല. നിയമപരമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ അതിന് വലിയ വലിയ ശിക്ഷകളും ഇവിടെയുണ്ട്.
സോ നമുക്ക് കുട്ടികളെ സേവ് ചെയ്യാൻ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ മതി. അല്ലാതെ എല്ലാ മൂലയിലും കൊണ്ട് ഈ ക്യാമറ വെക്കണമെന്ന് ഞാൻ പറയുന്നു. ആവശ്യമുള്ള പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ കുട്ടികളാണ്, അവരെ നമ്മൾ വേണം ശ്രദ്ധിക്കാൻ. ഒപ്പം തന്നെ ഗവൺമെൻറ്റിന് ഇങ്ങനെ കൃത്യമായ ഇടപെടലുമുണ്ടെങ്കിൽ ഒരു കുട്ടിയും മിസ്സാവില്ല, ഒരു കുട്ടിക്കും വിഷമങ്ങളുണ്ടാവില്ല. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള നല്ല നല്ല നിയമങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലെ കാനഡയിൽ കാണുന്ന ചില നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ചാനലിൽ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്. ഇത്തരത്തിലുള്ള നിസ്സാരമായ കാര്യങ്ങൾ ചെയ്തും നമ്മുടെ നാട്ടിലും നമുക്കും ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ കണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ സ്കൂളിനെയും ഇവിടെയുള്ള ആൾക്കാരെയും വ്യത്യസ്തരാക്കുന്നത്. സോ നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നമുക്കും മാറാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകമാണ്. ബൈ ഗൈസ്.